ഗൈസ് ഇന്നൊരു ക്ലീനിങ് ഡേൻ്റെ ഒരു പാർട്ട് 2 ആണ് ഈ വീഡിയോ ഗൈസ്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സെക്കൻഡ് പാർട്ടിലേക്ക് സ്വാഗതം. അപ്പം സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ട്. പാർട്ട് 1 കണ്ടവർക്ക് അറിയാം. ക്ലീനിങ് വീഡിയോ അല്ലെങ്കിൽ ഈവനിങ് വീഡിയോ ആയിട്ട് കുക്കിംഗ് വീഡിയോ ആയിട്ടും നിങ്ങൾക്ക് എന്ത് വീഡിയോ ആയിട്ടായാലും കണക്ക് കൂട്ടുക. മീൻസ് ഈവനിങ് വ്ളോഗായിട്ടും അങ്ങനെ നിങ്ങൾക്കിപ്പോൾ കാണാൻ ഈ റൂമെല്ലാം മെസ്സി ആയിട്ട് കിടക്കുന്നത്. നേരത്തെ പാർട്ട് 1 ഞാൻ ആ റൂമായിരുന്നു ക്ലീൻ ആക്കിയത്. അപ്പോൾ പാർട്ട് 1 കാണണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ എൻ്റെ ഫുൾ വീഡിയോ ചാനലുണ്ട്. അപ്പോൾ എല്ലാവരും പോയി നോക്കുക. അപ്പം അതിൻ്റെ ഷോർട്ട് വീഡിയോ ഉണ്ടാവും ഗൈസ്. അപ്പം അതിൻ്റെ ഷോർട്ട് വീഡിയോ ഉണ്ടാവും, ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഉണ്ടാവില്ല. അപ്പോൾ രണ്ടും നിങ്ങൾക്ക് കാണണമെങ്കിൽ രണ്ടും അല്ല, ഇതും അതും വീഡിയോസിലുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സ്റ്റഡി ടേബിളെല്ലാം നിങ്ങൾക്ക് കാണാം. ഫസ്റ്റ് പാർട്ടിൽ ഞാൻ ഈ ബെഡെല്ലാം വൃത്തിയാക്കുന്നതെല്ലാം ഉണ്ട് ഗൈസ്, അതെല്ലാവരും പോയി കാണാം. അപ്പം ഞാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് സ്റ്റഡി ടേബിൾ വൃത്തിയാക്കാം ഗൈസ്. ഫസ്റ്റ് ഞാൻ ഈ സ്റ്റഡി ടേബിളാണ് വൃത്തിയാക്കാൻ പോകുന്നത്. ഫുൾ മെസ്സി 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 എന്ന് പറഞ്ഞാൽ ആ മെസ്സി അല്ല കേട്ടോ, റൊണാൾഡോ ആ മെസ്സി അല്ല, ഫുട്ബോൾ പ്ലേയേഴ്സ് അല്ല. എന്താണ് വൃത്തികേടാക്കി കിടക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇത് വൃത്തിയാക്കാം ഗൈസ്. എൻ്റെ സ്റ്റഡി ടേബിളിലായിട്ട് അവിടെ ഫോൺ വെച്ചിട്ടുള്ളത് കാണുന്നുണ്ട്, വിശ്വസിക്കുന്നത് ഗൈസ്. ക്ലിയർ ഉണ്ടാവില്ല, അത് വേണമെങ്കിൽ ഈ ലൈറ്റ് ഉണ്ടാവും ഗൈസ്. അപ്പം ഇപ്പം നിങ്ങൾ കാണുന്നുണ്ട്, ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇതൊരു ചോക്ലേറ്റിൻ്റെ ഇതാണ് ഇവിടെ വിൽക്കുന്നത്. അപ്പം നമുക്ക് നേരെ വൃത്തിയാക്കാൻ പോകാം. ഇന്നൊരു പ്രത്യേക ഒരു മൂഡ് വന്നുകൊണ്ടാണ് ചെയ്യുന്നത്. ഞാൻ പാട്ട് 1 കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് മൂഡ് തോന്നി അപ്പം ചെയ്യണേ, അതുകൊണ്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അപ്പം അത് വീഡിയോ ആക്കാന്ന് വിചാരിച്ചുകൊണ്ടാണ് വീഡിയോ ആക്കിയത്. ഇത് ഞാൻ ക്ലാസ്സിൽ വെറുതെ ബോറടിച്ചപ്പം വരച്ച ഡ്രോയിങ്സ് ആണ് ഗൈസ്. ഇതൊന്നും മായ്ക്കാണ്ട് വരക്കുന്നതാണ് ഗൈസ്, മായ്ച്ചിട്ട് വരക്കുന്നതാന്ന് പറയരുത്. ഇത് മായ്ക്കാണ്ട് വരക്കുന്നതാണ്. പക്ഷെ ഇത് ഡ്രോയിങ് ഇതിലാണ് വെച്ചിട്ട് ഇത് മായ്ച്ചവിടെ കയറിയില്ല ഗൈസ്. ഇത് മായ്ച്ചിന് ഇതൊന്നും മായ്ക്കാണ്ടാണ് ഗൈസ് ഞാൻ വരച്ചത്. മായ്ക്കാണ്ട് ഇത് ഡ്രോയിങ് ബുക്കിൽ നോക്കിയിട്ട് മായ്ക്കാണ്ട് വരക്കുന്നത് ഞാൻ. ഇതെല്ലാം ഇംഗ്ലീഷ് പ്രോജക്ട്സ് ആണ്. ഇതെല്ലാം എടുത്ത് വെച്ചാൽ എനിക്ക് നോക്കി വരക്കണം. അങ്ങനെ ഇംഗ്ലീഷ് പ്രൊജക്ട്സ് കുറേ ഉണ്ടായിരുന്നു കഴിഞ്ഞാലും. അപ്പം അതെല്ലാം ചെയ്തൊരു ഫയൽ ഉണ്ടായിരുന്നു. ആ ഫയൽ ഇപ്പം ഞാൻ സ്കൂളിൽ വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വെക്കുന്നത്. വേറൊരു ഫയൽ ഉണ്ട്, അതിലെല്ലാം ഇത് വെക്കണം. അപ്പം ഈ ഫയലിൽ ഞാൻ വെക്കണം. മറ്റേ ഫയല് എൻ്റെ എവിടെയാണ് ഗൈസ്, സ്കൂളിലാണ്. അപ്പം ഈ ഫയൽ ഞാൻ സ്കൂളിൽ കൊണ്ടുപോകാൻ വെച്ചത് ഗൈസ്. സോറി, ഞാൻ സ്കൂളിലുള്ളേന്നാ പറഞ്ഞത്. സോറി. അത് നിങ്ങൾ ഒച്ച കിട്ടുന്നത് ഒരു പോട്രി വീട് വീണതാണ്. ഞാനത് എടുക്കുമ്പോൾ വീണ് പോയത് ഗൈസ്. എടുത്ത് വെക്കണം. ഈ ഫയലിൽ ഞാൻ ഇതെല്ലാം ഇട്ട് വെക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇട്ട് വെക്കാം. കൺഫ്യൂഷനാണ് ഏത് ഫയലായിട്ട് വെക്കേണ്ടത്. ഇതിന് ഫയൽ ഇട്ട് വെക്കാൻ ഞങ്ങൾക്ക് 2 ഫയലുണ്ട് ഗൈസ്. ഒന്ന് ഇതും നിങ്ങൾ നേരത്തെ കണ്ടത്. അപ്പം ഇതിട്ട് വെക്കാം. ഇന്നൊരു ഗസ്റ്റ് ഉണ്ട് ഗൈസ്. ഗസ്റ്റ് അല്ല, അമ്മായി വരുന്നുണ്ട്. അന്ന് നിങ്ങളെ കല്യാണത്തിന്റെ വ്ലോഗ് ഇട്ടില്ല. ആ സമയത്ത് ഞാൻ തുടങ്ങിയിട്ടുണ്ടായില്ല. മാമന്റെ കല്യാണം ഇട്ടിട്ടില്ലെന്ന് തോന്നുന്നു ഗൈസ്. അപ്പം ഇല്ല ഗൈസ്, അത് കഴിഞ്ഞിട്ടല്ലാതെ ഞാൻ ഫ്രീ ആയതിന് ശേഷമാണ് ഞാൻ തുടങ്ങിയത്. ആ സമയത്തൊന്നും ഇല്ല. അപ്പം കല്യാണം എല്ലാം കഴിഞ്ഞ് പൊളിയാണ്. അതിന് ഷോർട്ട് വീഡിയോ ഞാൻ ഇന്ന് ഇടുന്നതായിരിക്കും. അപ്പം എല്ലാവരും പോയി കാണാം. അത് 2024 കഴിഞ്ഞ വെഡിങ് ആനിവേഴ്സറിയാണ് എനിക്കിടാൻ പോകുന്നത്. അപ്പം അത് നിങ്ങൾക്കൊരു ഇതായിട്ട് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും ഇതിലിടുന്നതായിരിക്കും. അപ്പം ഞാൻ വേഗം പോയിട്ട് അത് വൃത്തിയാക്കിയിട്ട് വരാം ഗൈസ്. ഇതെൻ്റെ ഫേവറേറ്റ് കടയാണ് ഗൈസ്. ഇത് ഇവിടെ ഫ്ലവറെല്ലാം ഉണ്ടായിരുന്നു, നിലത്തിട്ട് പൊട്ടിയപ്പോഴാണ്. ഇത് എൻ്റെ സ്പെഷ്യൽ കട, എൻ്റെ ഫേവറേറ്റ് കടയാണ്. എൻ്റെ ബർത്ത്ഡേക്ക് ആരും വരെ വിഷയലുണ്ടായിട്ടില്ല ഗൈസ്. ഇതെൻ്റെ ഫസ്റ്റ് കടയാണ്. പക്ഷെ എന്നെ പണ്ടത്തെ സ്കൂളിൽ തരലുണ്ടായിരുന്നു. ഇപ്പോഴത്തെ സ്കൂളിൽ എനിക്ക് ആരും ബർത്ത്ഡേ വിഷ് ഒന്നൊരു കാർഡ് പോലും തരലുണ്ടായിട്ടില്ല. ആ സമയത്ത് എൻ്റെ ഒരു പഴയ
പിന്നെ എൻ്റെ ക്ലാസ്സിൽ ഞാൻ തേർഡിൽ പഠിക്കുമ്പോഴാണ് ചിന്മയിലേക്ക് മാറിയത്. അപ്പോൾ തേർഡിൽ പഠിക്കുമ്പോൾ എനിക്ക് ആദ്യമായിട്ടൊരു കുഞ്ഞിനെ പരിചയപ്പെടുന്നത്. ആ കുഞ്ഞ് പിന്നെ എൻ്റെ 4ാം ക്ലാസ്സിൽ, ഇപ്പം 5ാം ക്ലാസ്സിലായി. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് തന്നതാണ്. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആ കുഞ്ഞ് എൻ്റെ ക്ലാസ്സിലല്ല ഉണ്ടായിരുന്നു. എന്നാലും എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഉണ്ടാക്കി തന്നതാണ്. ആരോടല്ലോ വന്നിട്ട് മീനാക്ഷിയെല്ലാം പറഞ്ഞു, എൻ്റെ ഫ്രണ്ടെല്ലാം പറയുന്നുണ്ട് ഞാനാണ് ഉണ്ടാക്കി കൊടുത്തത് എന്നെല്ലാം പറഞ്ഞു ഗൈസ്. അപ്പം എൻ്റെ ഫേവറേറ്റ് കാർഡായിരുന്നു അത്. അപ്പം നമുക്കത് വൃത്തിയാക്കാം. ഞാൻ ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഞാൻ കഴിഞ്ഞ യൂട്യൂബ് ചാനലിൽ ഇതെങ്ങനെ ഉണ്ടാക്കിയത് നല്ല ഇട്ടിട്ടുണ്ട്. ഇത് പഴയ ഫ്രെയിം കൊണ്ട് ഉണ്ടാക്കിയതാണ് ഗൈസ്. എങ്ങനെ ഉണ്ടാക്കിയെന്നും ഇതെന്താ ഇല്ലാത്തതെന്നും എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ എന്തായാലും നാളെയോ എപ്പോഴെങ്കിലും ഇടും ഗൈസ്. അപ്പം ഇത് എഴുതാത്തൊരു സ്ഥലമില്ലായിരുന്നുണ്ടായിരുന്നു. ഞാൻ വരച്ചപ്പോൾ വരച്ചിട്ടാണ് അതിന് മേലെ കൂടി വരച്ചത്. പക്ഷെ ബ്രഷ് കൊണ്ടല്ലാന്ന് തോന്നുന്നു ഞാൻ വരച്ചത്. അതുകൊണ്ട് കട്ടിയായിപ്പോയി. അപ്പം നമ്മൾ പെൻസിൽ കൊണ്ട് എഴുതുമ്പോൾ ലൈറ്റായിട്ടല്ലേ എഴുതുക. അപ്പം അതുകൊണ്ട് പെൻസിൽ കൊണ്ട് എഴുതുന്നു. ഇതെൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റാണ്, എൻ്റെ ഫേവറേറ്റ് ബർത്ത്ഡേ ഗിഫ്റ്റ്. ഇതിൽ പൂപ്പെല്ലാം പിടിക്കാൻ തന്നെ വുഡാണ്, അതുകൊണ്ടാണ് ഇത് ലൈറ്റാണ്. ഞാൻ നിങ്ങൾക്ക് ഇരട്ടത്തി ഇതിൻ്റെ ഇത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. എൻ്റെ സ്പെഷ്യൽ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. എൻ്റെ സൺസ്ക്രീൻ, ഇത് ബാഡ് സൺസ്ക്രീൻ വൈറ്റ് ഭയങ്കര കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് അതുകൊണ്ടാണ് ഞാൻ കിഡ്സിൻ്റെ വേറെ തന്നെ സൺസ്ക്രീൻ വാങ്ങിയത്. ഇതൊരു പ്രത്യേക ഒരു ഇതാണ് ഗൈസ്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പല ഡിസൈൻസ് ഇങ്ങനെ ചുറ്റും ഇങ്ങനെ കണ്ടാൽ നമുക്ക് അത് നിങ്ങൾക്ക് കാണാനറിയില്ല. നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് കാണണം. ഗൈസ് നോക്കിക്കോ, നിങ്ങൾ നോക്കിക്കോ. കാണുന്നുണ്ടാവില്ല ഗൈസ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടി ശ്രമിച്ചു നോക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡയമണ്ട് പോലെയെല്ലാം കാണുന്നുണ്ടാവും ഗൈസ്. കണ്ടാ അതുപോലെ നമുക്ക് നല്ലൊരു ഫീലാണ് ഗൈസ് ഇത് കിട്ടുമ്പോൾ. അപ്പം നിങ്ങൾ കണ്ടവര് ഭയങ്കര ലക്കിയാണ് ഗൈസ്. ഇതൊരു ലക്കി ലുക്ക് എന്തോ അതിന് പറയും ഗൈസ്. ഞാൻ പറഞ്ഞു ഈ ലക്കി എന്തോ സാധനം. നിങ്ങൾ കണ്ടാൽ നിങ്ങൾ ലക്കിയാണെന്ന് അർത്ഥം. ആ ദിവസം മാത്രം ലക്കി ആയിരിക്കും. അപ്പം നമുക്ക് ഇതിന്റെ മേലെ ഒന്നുമില്ല ഗൈസ്. അതിന്റെ മേലെ മൊത്തം സാധനങ്ങളാണ്. അപ്പം അതിന് നോക്കാം ഗൈസ്. ടൈം പീസ് നല്ല ഇത് അത്യാവശ്യം ഒച്ചയുള്ളൊരു സാധനമാണ് ഗൈസ്. എപ്പെങ്കിലും ഈ വൃത്തിയൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കാണുന്നില്ല. അതുകൊണ്ട് സൈഡ് വെക്കാം. ഇതെപ്പെങ്കിലും ഈ വൃത്തിയൊക്കെ നിങ്ങൾ കാണുമല്ലോ. കുറച്ച് വേസ്റ്റ് ആണ്. ഇത് വേസ്റ്റ് മാത്രമൊന്നുമല്ല, പലതും ഇതിലിടും. ഇതെല്ലാം പോട്ടറി വീലിൽ കൊണ്ടുവന്ന ഗൈസ് പാകാൻ വേണ്ടി. ഇതെല്ലാം കളയാനുള്ള വേസ്റ്റാണ്. അപ്പൊ വേസ്റ്റും ഇതെല്ലാം എന്ത് സ്കെച്ചാണ്. വേസ്റ്റും ഈ പിന്നെല്ലാം നമുക്ക് എടുത്ത് വെച്ചിട്ട് വേസ്റ്റ് കളയാം ഗൈസ്. നമുക്ക് കളഞ്ഞിട്ട് വേണം ഗൈസ്. നിങ്ങളുടെ ബർത്ത്ഡേ ബോളിപ്പിക്കുന്നു ഗൈസ്. എൻ്റെ പണ്ടത്തെ മോതിരം വെസ്റ്റിന് ഇടുന്നു. ഇതൊന്നും എനിക്ക് ഓർമ്മ പോലുമില്ല. നമുക്കിതൊന്ന് മിഡിൽ ഫിംഗറിൽ ഇട്ട് കൊടുക്കാം. എല്ലാവർക്കും സോറി ഗൈസ്, സോറി. ഞാൻ മാറിപ്പോയതൊന്നുമില്ല. ഇതിൽ ഇട്ട് കൊടുക്കാം. ഇതിൽ മതി ഗൈസ്. ഈ വെള്ളം ഇടുന്നത് ഇഷ്ടം. അപ്പം നമുക്ക് ഇടാം ഗൈസ്. അപ്പം ഇങ്ങനെ ഇതെല്ലാം നിങ്ങൾക്ക് ഞാൻ അറിയാണ്ട് കാണിച്ചു ഗൈസ്. അങ്ങനെ അതല്ല അതിൻ്റെ അർത്ഥം ഗൈസ്. ഞാൻ അതല്ല അതിൻ്റെ അർത്ഥം. എല്ലാം കണ്ടുപിടിച്ച് ക്ഷമിക്കണം ഗൈസ്. അതല്ല അതിൻ്റെ അർത്ഥം. ഞാൻ ഉദ്ദേശിച്ചത് അറിയാണ്ട് കാണിച്ചു പോയതാണ്. അപ്പം നമുക്കിത് ഓഫാക്കാം. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? അത് വൃത്തിയായി കാണും. നിങ്ങളിപ്പോൾ നേരത്തെ കണ്ടതിനെക്കാട്ടി വൃത്തി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. ഇതിൻ്റെ തീയാണ് ഗൈസ് ഇത്.
ഇനി നമുക്കിത് പൂട്ടി കയറുന്നില്ലേ? കുറേ കാലത്തിന് ശേഷമാണ് കഴിച്ചത് പൂട്ടത്. മൂഞ്ചി കഴിച്ചപ്പോൾ നമുക്ക് പൂട്ടി നോക്കാം. പൂട്ടിയിട്ട് നമുക്കിത് എന്തിനുള്ളിൽ വെക്കാം? സ്റ്റാൻഡിനുള്ളിൽ വെക്കാം. പ്രത്യേകിച്ചൊന്നുമില്ല, ബാഗ് മാത്രമേ ഉള്ളൂ. അത് പൊട്ടിയിട്ടുണ്ടെന്ന് വെച്ചാൽ ബാഗ് കുടുങ്ങിയോണ്ടാണ് അത് വെക്കാൻ. അപ്പം ഇനി ഈ ടേബിളും കൂടി വൃത്തിയാക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ അടുത്ത ടേബിളിൽ വെക്കാൻ. ഇതെല്ലാം മലയാളം ബുക്കെല്ലാം തിങ്കളാഴ്ച പോകുമ്പോൾ ടൈം ടേബിൾ അനുസരിച്ചിട്ട് വൃത്തിക്ക് നോക്കിയിട്ട് ഞാൻ എടുത്ത് വെക്കട്ടെ. ലൈബ്രറി ബുക്സ് എല്ലാം ഇട്ട് അതൊക്കെ മറ്റന്നാൾ കൊടുക്കാനുണ്ട്. ഇത് നമുക്ക് ഇവിടെ വെക്കാനുണ്ട്. അതാണ് നമുക്കിത് ഇടും. ഫയലാണ് ഗൈസ്. അങ്ങനെ അതാണ് വെച്ചു. ഇനി നമുക്ക് ബാക്കി നമ്മൾ കുറേ കള്ളികളുണ്ട് ഗൈസ് എൻ്റെ എന്ന് പറയുമ്പം. പക്ഷെ അത് ഏട്ടൻ്റെതായിരുന്നു ഗൈസ്. നിങ്ങൾ കണ്ടത് നേരത്തെ കണ്ട ടേബിള് രണ്ടെന്ന് വെച്ചാൽ കുറേ ടേബിളെല്ലാം ഉണ്ട്. പക്ഷെ ചെറിയ ഇതാണ്, ചെറിയ കള്ളകളാണ്. കള്ളകളാണ് മീൻസ് റോ, ഇംഗ്ലീഷ് പറയുന്ന റോ. അതാണ് കള്ളികൾ. അന്ന് കള്ളികൾ അതാണ് കള്ളികൾ തന്നെയാ പറയുക. അപ്പം നമുക്ക് ഇതെല്ലാം എടുത്ത് വെക്കാം. കത്രികയെല്ലാം എൻ്റെ സ്റ്റിച്ചിങ് കത്രികയാണ്. ഇത് സ്റ്റിച്ച് ചെയ്യാറുണ്ട്. ഷർപ്പുള്ള കത്രികയാണ്. നിങ്ങൾക്കിത് വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ലെഫ്റ്റ് സൈഡിൽ പിൻ ചെയ്തേക്കാം. ചിലപ്പോൾ പിൻ ചെയ്തേക്കാം. ചിലപ്പോൾ ഓർമ്മയുണ്ടെങ്കിൽ എന്തായാലും ലെഫ്റ്റ് സൈഡിൽ പിൻ ചെയ്തേക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി ലിങ്കിൽ പോയി കാണാം ഗൈസ്. അപ്പം ഞാൻ ഇതിട്ട് വെക്കാം. അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു വീഡിയോ ലെഫ്റ്റ് സൈഡിൽ ഞാൻ കൊടുക്കും. അപ്പോൾ എല്ലാവരും പോയി വാങ്ങിക്കോ. വേണ്ടവർ പോയി വാങ്ങിക്കും. നമുക്ക് ഇത് വൃത്തിയായി. നേരത്തെ ഭാഗം ഇപ്പോൾ നമ്മൾ വൃത്തിയായി ഗൈസ്. നമുക്ക് താഴത്തെ ഭാഗം കൂടി സെറ്റ് ആക്കാനുണ്ട്. വൃത്തിയാക്കിയിട്ട് നിങ്ങൾക്ക് ആ ലൈറ്റ് ഞാൻ എന്തായാലും കാണിക്കും. ലൈറ്റ് എടുക്കാൻ വാങ്ങിയതൊന്നും ഞാൻ അറിയില്ല. ചില ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയതാണ്. നമുക്ക് ഇത് സെറ്റാക്കാം. പക്ഷെ ഇത് ഈ എൻ്റെ ടേബിൾ വൃത്തിയാക്കാനാണ് ഭയങ്കര പണി. ഇതെല്ലാം നിങ്ങൾക്ക് കഴിഞ്ഞ എൻ്റെ വീഡിയോ കണ്ടവർക്കെല്ലാം അറിയാം. ഞാൻ ഇതാണ് എൻ്റെ വീഡിയോ ഫാൻസ് എല്ലാം ഉണ്ടായിരുന്നു ഗൈസ്. അടുത്ത വർഷം ഞാൻ നേരത്തെ എൻ്റെ ഒരു ഫസ്റ്റ് വീഡിയോയുടെ എല്ലാം 100 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ ഞാൻ കണ്ടുവെച്ചതായിരുന്നു. അപ്പാണ് എൻ്റെ ഇതിപ്പോൾ 5 സബ്സ്ക്രൈബേഴ്സും വെച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക ഗൈസ് പ്ലീസ്. നിങ്ങൾ എന്തിനാ പിന്നെ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് നടക്കുന്നത്? പ്ലീസ് സപ്പോർട്ട് ചെയ്യും. നിങ്ങളൊരു ഫാമിലിനെ പോലെ ഞാൻ കാണുന്നു. എന്നോട് എല്ലാവരും പറയുന്നുണ്ട് നിനക്ക് ഫാമിലിനെക്കാട്ടി വലുതാണ് യൂട്യൂബ് ഫാമിലി എന്നുള്ളത്. ഞാൻ പറയൂ അതേ. അപ്പം നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഗൈസ്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങളും എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. ഈ വീഡിയോ മുതൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഗൈസ്. കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. കമൻറ്റ് മസ്റ്റാണ് ഗൈസ്. കമൻറ്റും സബ്സ്ക്രൈബറും മറക്കാതെ ചെയ്യണം ഗൈസ്. കമൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല, സുഖാണോ, എന്തും കമൻറ്റ് ചെയ്യാം ഗൈസ്. അപ്പം ഇത് എൻ്റെ വീഡിയോ കണ്ടപ്പോഴേക്കാണ് അറിയാം. ഇതെൻ്റെ ഒരു വീക്ക്നെസ്സാണ്. ഈ ബോക്സിൽ എല്ലാം ഉണ്ട്. അപ്പം ഇത് എന്താട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പം ഇത് വലിയ ടേബിളിലേ കൊള്ളുള്ളൂ. അപ്പം
വലിയ ഇതിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇത് പൂട്ടി. ഇനി നമുക്ക് ഇത് നല്ല പണിയുണ്ട് വൃത്തിയാക്കാൻ. അപ്പൊ സയോണല്ല ഒരു മ്യൂസിക് ഇട്ടേ. 2 കേസ് ഇപ്പൊ മ്യൂസിക് ഇടണ്ട. മാച്ചില്ല. ശേഷേ ആരെ മ്യൂസിക് ഇടാനുണ്ടെങ്കിൽ ഞാൻ തന്നെ ഇടണ്ടേ? ഒന്നും കൂടി നമുക്ക് ശ്രമിക്കാം ഗൈസ്. 1 2 മൂഞ്ചി. അപ്പം സെറ്റായില്ല ഗൈസ്. നമുക്കിതിടെ വെക്കാം ഗൈസ്. ആ ഒരു തണുത്തല്ല ചെറുങ്ങനെ ശരിയായി. നിങ്ങളെ ഇത് ഗൈസ് എൻ്റെ സ്റ്റിച്ചിങ് മെഷർമെന്റ് ഇതാണ് ഗൈസ്. ഇത് അമ്മമ്മേൻ്റെ ആയിരുന്നു. ഇപ്പം ഇതെൻ്റെതാണ്. അമ്മമ്മ ഇപ്പം സ്റ്റിച്ച് ചെയ്യാറില്ല, ഞാൻ സ്റ്റിച്ച് ചെയ്യാറുള്ളൂ. ഇതിപ്പോൾ ഇതെൻ്റെതായി ഗൈസ്. അപ്പം ഇതെല്ലാം എടുത്ത് വെക്കണം. ഇതെൻ്റെ സ്റ്റിച്ചിങ് ടേബിൾ ഉണ്ട്. അത് അപ്പുറത്തെ റൂമിലാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സ്റ്റിച്ചിങ് എന്ന തയ്യൽ മെഷീൻ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ആടെയുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഒരു സാധനത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവച്ചതാണ്. ഇതെല്ലാം ട്രാൻസ്പാരന്റാണ്. ഇതിങ്ങനെ കവറിലാണ് പറയാം. അപ്പൊ ഇതെല്ലാം എടുത്തു വെക്കണം. ഹൈലൈറ്റേഴ്സ് എല്ലാം കുറേ ഉണ്ട്. അപ്പം ഇതെന്തായാലും ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോക്ക് ഒരു 4Kയും എൻ്റെ ചാനൽ ഒരു എത്ര ഒരു 20 മാക്സിമം ഒരു 20 എങ്കിലും ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതോ തരും ഗൈസ്. ഇതിൻ്റെ കൂടെ ക്യൂട്ട് സാധനങ്ങളും നിങ്ങൾക്ക് വരുന്നുണ്ട്. അത് ഞാൻ ഇപ്പം കണ്ട് നിങ്ങൾ സർപ്രൈസ് ഗിവ് അവേൻ്റെ അനൗൺസ്മെന്റ് ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഞാൻ ഇതെല്ലാം തരും ഗൈസ്. ഒരു സാധനം കൂടി കാണിക്കാം. ഇതും ഞാൻ നിങ്ങൾക്ക് തരും. ഇതല്ല ഗൈസ്, ഇത് എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റാണ്. ഇതല്ല ഗൈസ്, ഇതിൻ്റെ വേറെ യൂണിക്കോണിൻ്റെ. ഇത് മിക്കി മൗസിൻ്റെ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഗേൾസിന് പ്രിയപ്പെട്ടതാണ്. ഈ ബോയ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സാധനം കൂടി എൻ്റെ അടുത്തുണ്ട്. അത് സർപ്രൈസ് ആയിരുന്നു ഗൈസ്. അത് ഞാൻ ബോയ്സിനുള്ളത് വലിയ സർപ്രൈസാണ്. ഗേൾസിനുള്ളത് അതിനെക്കാട്ടി വലിയൊരു സർപ്രൈസും കൂടിയുണ്ട്. അപ്പോൾ 2 സർപ്രൈസുകൾ ഞാനിപ്പോൾ കാണിക്കുന്നില്ല. നിങ്ങൾ ഈ വീഡിയോക്ക് ഒരു 4Kയും എൻ്റെ ചാനൽ ഒരു മാക്സിമം ഒരു 20 സബ്സ്ക്രൈബേഴ്സ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഞാൻ ഈ വീഡിയോ തരുന്നതായിരിക്കും. അപ്പം എല്ലാവരും ചെയ്യാം. ഇത് ഈ വീഡിയോ കണ്ടവർക്ക് ഇത് അറിയാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ ഇത് വേറൊരു വീഡിയോ ആക്കി. അപ്പം വേറൊരു വീഡിയോ ഇന്ന് തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യും. അപ്പം അത് കണ്ടിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യാം. അതിലേക്ക് ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് കൊടുക്കും ഗൈസ്. എൻ്റെ ഫ്രണ്ട്സ് കണ്ടു വെച്ചത് ഞാൻ പറഞ്ഞതാണ് ഗൈസ്. ഞാൻ പറ്റില്ല എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഫാമിലിക്ക് ഞാൻ വെച്ചതാണെന്നാണ് പറയുന്നത്. ഇപ്പൊ അവരോട് അന്നേ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ഗിവ് തരാൻ വേണ്ടി വെച്ച സാധനങ്ങളാണ് അതെല്ലാം. അപ്പൊ എന്നോട് ഫ്രണ്ട്സ് എല്ലാം തരുമോ. ഞാൻ പറയും എൻ്റെ യൂട്യൂബ് ഫാമിലിക്ക് ഉള്ളതാണത്. അപ്പൊ ഇതെന്റെ അടുത്ത കൊല്ലത്തെ ഗിഫ്റ്റാണ് ഗൈസ്. ഞാൻ 2 ഗിറ്റാർ വാങ്ങിയിരുന്നു. ഏതാ തീരുമാനിക്കേണ്ടത് എടുക്കാറില്ല. അതുകൊണ്ട് ഞാൻ 2 വാങ്ങി. എനിക്ക് ഇഷ്ടപ്പെടുന്നത് എടുക്കാന്ന് വെച്ചിട്ട്. ഇത് എൻ്റെ ബ്രഷ് ഗൈസ്. ഇത് നമുക്ക് ഇവിടെ വെക്കാം. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ സ്റ്റിക്കേഴ്സും ഞാൻ സമ്മാനമായി തരുന്നതായിരിക്കും ഗൈസ്. നല്ല ക്രോമീൻ്റെ നല്ല സ്റ്റിക്കേഴ്സ്. ഇത് കളർ മാറിയതാണ് ഞാൻ അന്നേ ഒട്ടിച്ചോണ്ട്. പിന്നെ നിങ്ങൾക്ക് സ്മൈലീസ് എല്ലാം തരും. എല്ലാത്തിനും കൂടി ഒരു ബുക്കും ഉണ്ടാവും. ഇതെല്ലാം ഞാൻ ഒരു വേറെ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പം എല്ലാവരും പോയി കാണാം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്ക് ഇത് ഇവിടെ വെക്കാം. നിങ്ങൾക്ക് ഇങ്ങനത്തെ വാൾ സ്റ്റിക്കേഴ്സ് എല്ലാം വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതെല്ലാം നിങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഇതൊക്കെ ട്രേഡിംഗ് ബ്രഷസ് ആണ്. ഉള്ളി തുറക്കുമ്പോ ഈ ടേബിൾ വൃത്തിയൊന്നും ഉണ്ടാവില്ലെങ്കിലും പുറമെട്ടാണ് ഈ ടേബിൾ അടിപൊളിയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് നിങ്ങൾക്ക് ഫൈനൽ ലുക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. എനിക്ക്
പുറമെ കാണാൻ ഈ ടേബിൾ ഒരു അടിപൊളി ടേബിളാണ്. ഉള്ളിൽ കാണാൻ കണ്ടോ? നിങ്ങൾക്ക് ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, ഇത് 100 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിത് വാങ്ങിത്തരും. 100 അല്ല, നിങ്ങൾക്ക് മാക്സിമം സബ്സ്ക്രൈബേഴ്സ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്താൽ നിങ്ങൾക്ക് ഇത് ഗിവ് അവേ തരും. അപ്പോൾ ഇതെല്ലാം ഞാൻ ചെയ്തത്. ഇതെല്ലാം വൃത്തിയാക്കി ഗൈസ്, ഇതെല്ലാം വൃത്തിയാക്കി ഇത് ഞാൻ എടുത്തു വെക്കാം ഗൈസ്. ഇതാണ് പോട്രി. ആ ക്ലേ വെച്ചിട്ടാണ് ഞാൻ അന്നൊരു സാധനം ഉണ്ടാക്കിയിരുന്നു ഗൈസ്. അതിൻ്റെ ഫേദേഴ്സ് എല്ലാം പൊട്ടിപ്പോയി. അത് ഒന്നും കൂടി എനിക്ക് വീഡിയോസ് എടുക്കണം ഗൈസ്. ഇതിൻ്റെ ബാറ്ററി എനിക്ക് കിട്ടി. ഇത് എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റാണ്. അപ്പം ഇഷ്ടപ്പെട്ട ഇതും ഞാൻ നിങ്ങൾക്ക് എപ്പം തരും. 200K ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതും ഞാൻ തരും. ഇതെല്ലാം ഞാൻ ഇപ്പോഴേ കഴിഞ്ഞ വല്ലി ഞാൻ കൂട്ടി വെച്ചതാണ് ഗൈസ് ഇതെല്ലാം. പക്ഷെ നിങ്ങളാരും സപ്പോർട്ട് ചെയ്തില്ല ഈ സംഭവം. ഈ യൂട്യൂബ് ചാനലിൽ സപ്പോർട്ട് ചെയ്തവർക്ക് ഞാൻ എന്തായാലും കമൻറ്റ് പിക്കർ വഴി ഞാൻ എന്തായാലും സെലക്ട് ചെയ്തിട്ട് ഇത് ഞാൻ തരും. എൻ്റെ ബർത്ത്ഡേ വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇത് 200K സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് തരും. ഞാനിത് ഷോർട്ട് വീഡിയോയിൽ പറയാം ഗൈസ്. അപ്പം ഞാൻ ഇതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കണം. ഇത് 21 minutes ആയി ഗൈസ്. 21 minutes ഒന്നും ഞാൻ സാധാരണ വീഡിയോ എടുക്കാറേ ഇല്ല. ആദ്യമായിട്ട് ഗൈസ്, ആദ്യമായിട്ട് എൻ്റെ കഴിഞ്ഞ കൊല്ലമായാലും ഇക്കൊല്ലായാലും എൻ്റെ ഫസ്റ്റ് 21 മണിക്കൂർ മിനിറ്റുള്ള ഇതാണ് ഗൈസ്. എൻ്റെ മോനെ സ്വപ്നങ്ങളിൽ മാത്രം കണ്ടൊരു വീഡിയോ. പക്ഷെ ഇത്രയൊന്നും നേരം എടുക്കും ഞാൻ വിചാരിച്ചിട്ടില്ല ഗൈസ്. ഞാൻ സാധാരണ കട്ട് ചെയ്ത് എടുക്കാൻ നിങ്ങളുടെ ബോറടിപ്പിക്കണ്ടായിരിക്കും. ഇത് എന്താ പറ്റി, നിങ്ങൾക്ക് ബോറടിച്ചിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഒരു അൺബോക്സിങ് വീഡിയോ കൂടി വരാനുണ്ട് ഗൈസ്. അതെന്താണെന്ന് നിങ്ങളോട് ഞാൻ പറയുന്നില്ല. ആ സാധനം എനിക്ക് വേണ്ടി വാങ്ങിയതാണ് ഗൈസ് ഞാൻ. പക്ഷേ അത് വേറെ 2 വാങ്ങുന്നുണ്ട് ഗൈസ്. അത് ഞാൻ ആ സാധനം നിങ്ങൾ 2 വാങ്ങിയിട്ട് നിങ്ങൾക്കത് ഗിവ് അവേ ഞാൻ നടത്തുന്നുണ്ടായിരിക്കും ഗൈസ്. അപ്പം അതെന്താണ് നിങ്ങൾ അടുത്ത വീഡിയോയിൽ അൺബോക്സിങ് വീഡിയോയിൽ കണ്ടാൽ മതി. അപ്പം നമുക്ക് നോക്കാം ഗൈസ്. കിച്ചണിൽ സ്പെഷ്യലായിട്ട് എന്തെല്ലോ നടക്കുന്നുണ്ട് ഗൈസ്. ഇതെന്ന് വെച്ചാൽ പനീർ ബട്ടർ മസാല ആക്കാനുള്ള തയ്യാറെടുപ്പാണ്. ഇത് വെച്ചാൽ ചക്ക വരട്ടിയാണ്. അപ്പം ചക്ക വരട്ടിയാണ് നിങ്ങൾ കണ്ടത്. ഒറ്റക്കുള്ള മാവ് തയ്യാറായിട്ടുള്ളത്. അതിന് എപ്പോഴും സ്പെഷ്യലാണ്. അപ്പം പനീറാണ് കറി. അപ്പം ഇതെല്ലാം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അമ്മമ്മ ജപിക്കുന്നു ഗൈസ്. അതാണ് നിങ്ങൾ ഒച്ചക്ക് വെക്കുന്നത്. നല്ല അമ്പലപ്പുഴ പാൽപ്പായസം ഗായ്സ്. അമ്പലപ്പുഴ പാൽപ്പായസം ഫാൻസ് ഉണ്ടെങ്കിൽ ഇതിപ്പോൾ വെച്ചതാണ്, വൈകുന്നേരം വെച്ചതാണ്. ആരും കുടിക്കില്ല. അപ്പം ഫാൻസ് ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മൾ പിന്നെ നിങ്ങൾ പനീർ വെറുതെ തിന്നാൻ ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യാതെ. ഞാനൊന്ന് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ പനീർ വെറുതെ തിന്നാനും കറി വെച്ച് തിന്നാനും ഇഷ്ടമാണ്. പിന്നെ ഫലൂദ ഉണ്ട് ഗൈസ്. അത് ഞാൻ കാണിക്കാം ഗൈസ്. ഇതാണ് ഫലൂദ, പിസ്ത ഫ്ലേവർ ഫലൂദയാണ് ഗൈസ്. മിക്സ് വാങ്ങി ഇന്ന് രാവിലെ ഉണ്ടാക്കി വെച്ചതാണ്. ഇതും ആരും ടേസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ മല്ലിന്ന് ഫുൾ റിച്ച് ഫുഡ്സാണ് ഗൈസ്. വേറൊരു പാക്കറ്റ് പനീർ ഇവിടെ ഉണ്ട്. അത് നാളെ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പം എന്തെല്ലാം ഇന്നത്തെ പറഞ്ഞാൽ വിഭവങ്ങൾ. കുക്കിംഗ് വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്തെല്ലാം ഉള്ളതെന്ന് കാണിച്ചത്, വേറെ ഒന്നും കൊണ്ടല്ല. പിന്നെ ഗൈസ് ഇന്നും പ്രത്യേകിച്ചൊന്നും എന്തോ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് ഇങ്ങനത്തെ മൂടൊന്നും തോന്നാറില്ല. അപ്പം എന്തായാലും ഞാനിത് ഇന്നിപ്പം ഷോർട്ട് വീഡിയോ ആക്കുന്നതായിരിക്കും ഗിവ് അവേൻ്റെ. അപ്പം എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗൈസ്, സപ്പോർട്ട് ചെയ്യുക. അപ്പം മാക്സിമം നമ്പേഴ്സ് കമൻറ്റ്സ് ഇടുക. ഞാൻ കമൻറ്റ് പിക്കർ വഴി എന്തായാലും ഇടുന്നതായിരിക്കും. അപ്പം എല്ലാവരും ഇതാക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. എൻ്റെ ഡാൻസ് നാളെ വരാനുണ്ട്. അപ്പം എല്ലാവരും കാണാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ടാറ്റാ.